നമസ്കാരം. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുള്ളിലെ റെയിൽവേ ക്യാൻറ്റീനിൽ പരിശോധന നടത്താൻ തിരുവനന്തപുരം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് അധികാരമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. റെയിൽവേ കേസുകൾ വാദിക്കാൻ റെയിൽവേക്ക് പ്രത്യേക കോടതിയുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണത്തിലേർപ്പെട്ട ജോയിയുടെ കാര്യത്തിൽ പിന്നെ എന്തുകൊണ്ട് റെയിൽവേക്ക് ഉത്തരവാദിത്വം ഇല്ലാതെയാകുന്നു? പെരുമൺ പാലത്തിൽ നിന്ന് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ് 105 പേർ കൊല്ലപ്പെട്ടപ്പോൾ ടൊർണാഡോ അടിച്ച് ട്രെയിൻ മറിഞ്ഞതാണെന്ന ന്യായീകരണം കണ്ടെത്തിയതാണ് ഇന്ത്യൻ റെയിൽവേ. പിന്നെ എവിടെയാണ് ഈ പാവം ജോയിയെയും ഈ നാടിനെയും അവർ പരിഗണിക്കുന്നത്? റെയിൽവേയുടെ നിയമങ്ങളും റെയിൽവേയുടെ സാമ്രാജ്യവും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PK രാജു, അധ്യാപികയായ ലേഖ, അതുപോലെ തന്നെ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവ്, ഇവർ ചേരുന്നു. ആദ്യം BJP നേതാവിലേക്ക് പോകാം. ഇപ്പോൾ വലിയൊരു സമരം കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ രാജീവ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വിഷയമുണ്ടാവുമ്പോൾ അതിൽ പ്രതികരിക്കുക സ്വാഭാവികമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ BJP ആയാലും UDF ആയാലും അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ആ സമരത്തിലേക്ക് പോകുമ്പോൾ അതിലൊരു ശരിയും അതിലൊരു ന്യായവും നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ രാജീവ്? എൻ്റെ ചോദ്യം ആദ്യം റെയിൽവേയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ DRM അദ്ദേഹം ഒരു വാർത്താസമ്മേളനം നടത്തി. ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് റെയിൽവേയുടെ മാലിന്യങ്ങൾ കൃത്യമായി അത് സംസ്കരിക്കാനുള്ള സംവിധാനം റെയിൽവേക്കുണ്ട്, അത് ഞങ്ങൾ കരാറുകാരെ ഏൽപ്പിക്കുന്നു, ആ കരാറുകാർ ആ മാലിന്യം സംസ്കരിക്കുന്നു എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചുവേളിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. എന്തുമാത്രം മാലിന്യമാണ് അവർ കൂട്ടിയിട്ടിരിക്കുന്നത്, എന്തുമാത്രം മാലിന്യമാണ് അവിടെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെ വിളപ്പിൽശാലയിൽ ഉണ്ടായിരുന്ന മാലിന്യത്തിന് സമാനമെന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി വിശേഷിപ്പിക്കാം. അത്രമാത്രം മാലിന്യമാണ്. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? നഗരസഭയെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളൂ, അതിൽ കുഴപ്പമില്ല. പക്ഷെ നഗരസഭയ്ക്ക് ഇതിനൊരു പരിമിതിയില്ലേ? നമുക്കറിയാം, രാജീവിനറിയാം, ആ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുള്ളിലെ ക്യാൻറ്റീനിൽ കയറി തിരുവനന്തപുരത്തെ നഗരസഭയുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ കഴിയില്ല. കേസ് വേറെയാണ്. എന്താണ് താങ്കളുടെ ഇന്നത്തെ ഈ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി താങ്കളുടെ ഒരു വിശദീകരണം? രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, ആ ആമയിഴഞ്ചാൻ തോടിൻ്റെ പൂർണ്ണാധികാരം ആർക്കാണ്? ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനാണ്. കേരള വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ആ ആമയിഴഞ്ചാൻ തോട് വരുന്നത്. രണ്ടാമത്, അതിനകത്തെ മാലിന്യം നീക്കേണ്ട പരിപൂർണമായിട്ടുള്ള ചുമതല നഗരസഭയ്ക്കാണ്. ഇത് രണ്ടും നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നമുക്ക് അറിയാം, കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ മാധ്യമങ്ങൾ നിങ്ങളെല്ലാം അവിടെ പോയ സമയത്ത് ഈ ടണലെന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 13 അടിക്ക് മുകളിൽ കമ്പി വേലി കെട്ടിയിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലത്തു നിന്ന് അതിനകത്ത് വരാതിരിക്കാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, അതിനകത്തുള്ള വേസ്റ്റ് അവർ തന്നെ സ്വച്ഛ ഭാരത് മിഷൻ്റെ പേരിൽ കളക്ട് ചെയ്ത് മറ്റ് ഏജൻസികളെ വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഏജൻസികളാണ് അത് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ കൊച്ചുവേളിയിൽ കിടക്കുന്നത് അതിന് കാലതാമസം വന്നതുകൊണ്ടായിരിക്കാം, നമ്മളിപ്പോഴാണ് കാണുന്നത്. നേരത്തെ ഒന്നും അതില്ല. ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു ഇതായിരിക്കാം, മാലിന്യ കൂമ്പാരമായിരിക്കാം അവിടെ ഉള്ളത്. അത് വലിയൊരു അർത്ഥത്തിൽ വലിയ ആലങ്കാരികമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയാണ് തിരുവനന്തപുരം സ്റ്റേഷനിൽ മാത്രമുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്നുള്ള മാലിന്യങ്ങൾ ഉണ്ടാവണം. അത് കൃത്യമായിട്ട് ചെയ്യുന്ന അവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, റീസൈക്ലിംഗ് ചെയ്യുന്ന സംവിധാനമുണ്ട്. നമ്മുടെ നഗരസഭയും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും റെയിൽവേ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി വരാം എന്നുള്ളത്. ഇനി പൂർണ്ണമായിട്ടും അതിനകത്ത് വരുന്നില്ല എന്ന് പറയില്ല, കുറേയൊക്കെ വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള അവകാശം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട ഒന്ന് ഇറിഗേഷൻ വകുപ്പാണ്. നമുക്കറിയാം, ഇറിഗേഷൻ വകുപ്പ് 2022 24 കോടി രൂപ ചിലവഴിച്ചു ഇതിനു വേണ്ടി. അന്ന് രണ്ടാം ഘട്ടത്തിൻ്റെ വിലയിരുത്തലിന് ശ്രീ ജോഷി അഗസ്റ്റിൻ ഞാൻ വഞ്ചൂരുള്ള സമയത്താണ് അദ്ദേഹം ആ വഞ്ചൂർ പ്രദേശത്തും പാറ്റൂരുള്ള പ്രദേശത്ത് വന്ന അതിൻ്റെ ബാക്കി പത്രം എവിടെയാണ്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കി പത്രം എവിടെയാണ്? നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? ആ കോടിക്കണക്കിന് രൂപ എവിടെയാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറിഗേഷൻ്റെ പേരിൽ കോടികൾ ചിലവഴിക്കുകയില്ലേ? ആക്കുളത്ത് ചെന്നിറങ്ങുന്ന ആക്കുളം ഉൾപ്പെടെയുള്ള കായൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി ചിലവാക്കുന്നു? എന്തുകൊണ്ട് ഇത് കൃത്യതയിലേക്ക് വരുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
നമുക്ക് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം ഇതിനു മുമ്പ് ഞാൻ കേൾക്കട്ടെ. ഇനി റെയിൽവേയുടെ ഭാഗത്ത് നിങ്ങൾ പറയുന്നത് പോലെ നമ്മളെല്ലാം വിചാരിക്കും തെറ്റുണ്ടെങ്കിൽ ഞാൻ കേൾക്കട്ടെ. റെയിൽവേക്ക് ചില ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കളക്ടർക്ക് നടപടിയെടുക്കാം, ചീഫ് സെക്രട്ടറിക്ക് നടപടിയെടുക്കാം. എന്താണ് കത്തെഴുതി കളിക്കുന്നത്? DRM-നെ വിളിച്ചൂടെ? റെയിൽവേയുടെ ചെയർമാനെ വിളിച്ചൂടെ? വിളിക്കാൻ എന്താണ് മടി? അപ്പം ഇത് മെല്ലെ പോക്കാൻ ഈ കത്ത് കൊടുത്തെന്ന് പറയുന്നത് എപ്പോഴാണ്? 5-ാം മാസത്തിലാണ്. 5-ാം മാസത്തിലാണ്. കാരണം ഒക്ടോബർ മാസം തൊട്ട് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് അങ്ങ് ഗൗരീശപ്പെട്ട ഉള്ളൂർ അപ്പുറത്തേക്ക് മറികടന്നിരിക്കുന്നു. കണ്ണമൂല പാലത്തിൻ്റെ അവിടെ അശാസ്ത്രീയമായ രീതിയിൽ പാലം കെട്ടി പോകുന്ന വേസ്റ്റുകളെല്ലാം അവിടെ അടിഞ്ഞുകൂടുന്നു പറഞ്ഞു. എന്ത് മാറ്റം ഉണ്ടാക്കി അവിടെ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ രാജീവിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് ഉള്ള ഒരു സംശയം, ഇവർ ഈ പറയുന്നത് പോലെ ഇവർ എന്തെങ്കിലും ഇപ്പം 5-ാം മാസത്തിൽ കത്തെഴുതിയാൽ 6-ാം മാസത്തെങ്കിലും 6-ാം മാസത്തിലെങ്കിലും അവർക്ക് പ്രതികരിക്കാമല്ലോ. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഡെപ്യൂട്ടി മേയറും കൂടെ ഇരിക്കല്ലേ, ഈ വർഷം കിട്ടിയ 8 കോടി രൂപ മഴക്കാല പൂർവ്വകാല ശുചീകരണത്തിന് വേണ്ടി 2.61 കൊടുത്തില്ല. എപ്പോഴാണ് ഇവർ തുടങ്ങുന്നത്? മഴ വന്നതിന് ശേഷമാണ് പൂർവ്വകാല ശുചീകരണം നടത്തുന്നത്. മഴയ്ക്ക് മുമ്പ് ആവശ്യത്തിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ജോയിയുടെ മരണമാണല്ലോ. PK രാജു, ഇപ്പോൾ രാജീവ് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ റെയിൽവേയുടെ കോമ്പൗണ്ടിലുള്ള ആമയിഴഞ്ചാൻ തോടിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നഗരസഭയ്ക്കാണ്. നിങ്ങൾ തന്നെ അത് പോയി ക്ലീൻ ചെയ്യണം, അത് നിങ്ങളുടെ ബാധ്യതയാണ്. അതിൻ്റെ അകത്ത് റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ രാജീവ് പറയുന്നത്. രാജു, അപ്പോൾ ശ്രീ രാജീവ് ഇനി പറയും വേളിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഞങ്ങളാണോ മാറ്റേണ്ടത്? മാറ്റാൻ പറഞ്ഞില്ലല്ലോ. വേളി റെയിൽവേ സ്റ്റേഷനിൽ 10 കണക്കിന് കിടക്കുന്ന മാലിന്യം അല്ല ഞാൻ ചോദിക്കുന്നത്, വേളിയിൽ കെട്ടിക്കിടക്കുന്ന 10 കണക്കിന് മാലിന്യം ആരാണ് മാറ്റേണ്ടത്? അതിന്റെ ഉത്തരവാദിത്വം റെയിൽവേ ഏറ്റെടുത്തല്ലോ. റെയിൽവേ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്നല്ലോ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ സംസ്കരണ ഞാൻ ചോദിക്കൂ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ തലസ്ഥാന നഗരിയിലെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ പ്ലാന്റ് ഉണ്ടോ? ഏതെങ്കിലും ഏജൻസിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എവിടെയാണ് 10 കണക്കിന് മാലിന്യം? അവിടെ എത്ര സ്റ്റാളുണ്ടെന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ രാജീവേ, അവിടെ എത്ര സ്റ്റാളുണ്ട്, എത്ര ക്യാൻറ്റീനുണ്ട്, എത്ര സ്റ്റാഫുകളുണ്ട്, എത്ര ട്രെയിൻ വന്നു പോകുന്നുണ്ട്? ആ മാലിന്യങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ആമേഴഞ്ചാൻ തോടിലാണ് ഇടുന്നത്. വേളിയിൽ ഒരു ആമേഴഞ്ചാൻ തോടില്ലാത്തത് കൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സത്യം. ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ പ്ലാന്റ് ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും മാലിന്യ പ്ലാന്റ് ഉണ്ടോ? പരിശോധിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ ആടാക്കുന്നു. ഇതാണ് നിങ്ങളുടെ ജോലി. BJPയുടെ സമരം, ഇന്നിവിടെ നടന്ന സമരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ദിവസം, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രീ രാജീവേ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് അസിസ്റ്റൻറ്റ് ഡിവിഷണൽ മാനേജർ ഒരു ലേഡി, ആ അപകട സ്ഥലം നടന്ന സ്ഥലം, ഈ ശ്രീ ജോയി അപകടത്തിൽപ്പെട്ടു പോയ സ്ഥലം 1 മിനിറ്റ് സന്ദർശിച്ചില്ല. 1. 2, രാവിലെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം രാജീവ് മരണപ്പെട്ട സ്ഥലം 1/2 കിലോമീറ്ററിൻ്റെ ദൂരെ, ആ സ്ഥലം സന്ദർശിച്ചില്ല. മോർച്ചറിയിൽ ഈ റെയിൽവേ ഡിവിഷനിലെ ഒരാളും വന്നില്ല. ഇനി എല്ലാം പോട്ടെ, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളെല്ലാം ശ്രീ ജോയിയുടെ വീട് സന്ദർശിച്ചു. നാളിതുവരെ ഈ റെയിൽവേയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ ജോയിയുടെ വീട് സന്ദർശിച്ച് 10 രൂപയുടെ ഒരു പൂച്ചുണ്ട് അവിടെ വയ്ക്കാത്തത് ഒരു പൂ വാങ്ങി ജോയിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ റെയിൽവേ നടപടി സ്വീകരിച്ചോ? അത്ര മനസാക്ഷിയില്ലാത്ത, അതെന്താണെന്നറിയാമോ? മോളിൽ നിന്ന് BJPയുടെ നേതാക്കന്മാർ കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞു, നിങ്ങൾ പഴിചാരിക്കണം നഗരസഭയെ. അവിടെയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ സമരം ചെയ്തത്. ഇന്ന് CPM-ന്റെ സമരം ഉണ്ടായിരുന്നല്ലോ. കേൾക്കുന്നേ, നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന അനുസരിച്ച് അവർ തുള്ളുകയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എവിടെ വെച്ചാണ് അപകടമുണ്ടായത്? ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ അവസരം. രാജീവേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ആദ്യം ആരാണ് കരാർ കൊടുത്തത്? ആരുടെ പേരറിയാമോ? ഈ റെയിൽവേയുടെ സമീപനമാണ് വിഷയങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഘടകം. അതാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും മാലിന്യ സംസ്കരണം ഉണ്ടോ ഇല്ലെന്ന് കാണാൻ വേണ്ടി ഡെപ്യൂട്ടി മേയറെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. പോകാത്തത്
അവരുടെ ഏജൻസികളെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവിടുത്തെ മാലിന്യം കൊണ്ടുപോകുന്ന കാര്യം കാണിക്കാന്ന് അങ്ങനെയാണെങ്കിൽ കരാറ് കൊടുത്ത ഏത് കമ്പനിയാണ് വെളിപ്പെടുത്താൻ റെയിൽവേ തയ്യാറായിട്ടുണ്ടോ? കൃത്യമായിട്ട് പറഞ്ഞല്ലോ, DRM കൃത്യമായിട്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, വാട്ടർ അതോറിറ്റിയിൽ കോൺട്രാക്ട് എടുക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയിൽ ഇറിഗേഷൻ ഈ ചവറ് മാറ്റുന്ന മാലിന്യം സംസ്കരിക്കുന്ന ആ ഏജൻസി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. മാനുഷിക കേരള വാട്ടർ കൊടുത്തിരിക്കുന്നത് 2 ദിവസം മുമ്പ് ജോയി മരിച്ച ദിവസം ഇതേ റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞത് സ്വകാര്യ വ്യക്തിക്കാണ് കൊടുത്തത്. പിന്നെ പേര് പറയട്ടെ, ഡെപ്യൂട്ടി മേയർ കണ്ടുപിടിച്ചെങ്കിൽ പേര് പറയട്ടെ, സ്വകാര്യ വ്യക്തിയാണോ ഇല്ലെന്നുള്ള നോക്കാം നമുക്ക്. പറയാം, ബിജു എന്ന കരാറുകാരനാണ് കോൺട്രാക്ടറാണ് അവിടെ റെയിൽവേ കൊടുത്തിരിക്കുന്ന കരാറുകാരൻ. ബിജു കോൺട്രാക്ടറാണ്. അവരുടെ ഭാഗത്ത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ഘടകമില്ല. ജോയി മരിക്കുന്ന ദിവസം ഇതേ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഞങ്ങളൊരു കരാറ് കൊടുത്തിരുന്നു, അവർ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ഇവിടെ വന്ന് മാലിന്യം നീക്കം ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ ആദ്യം പറയുന്നത്. അതായത് അവർ പറയുന്ന ഒരു കാര്യത്തിനും ഒരു വ്യക്തതയും ഇല്ല, അവർ ഒരു ഉത്തരവാദിത്വവുമില്ല. അവർ വളരെ സാങ്കേതികമായി മാനുഷികമായ മൂല്യങ്ങളെ മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് സാങ്കേതികമായി പറയുന്ന മറുപടികളാണ്. ഇന്നലെ DRM അടക്കം ഉള്ള എത്ര ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്ര ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കാൻ കഴിയും എന്ന് ആ വാർത്താ സമ്മേളനം കേട്ട രാജീവിനടക്കം ബോധ്യപ്പെടും. നിങ്ങൾ നഗരസഭയെ കുറ്റപ്പെടുത്തിക്കോളൂ, നഗരസഭയെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ, മേയറെ കുറ്റപ്പെടുത്തിക്കോളൂ, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ റെയിൽവേ എന്ത് ചെയ്തു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടണം. നിങ്ങൾ കൃത്യമായും റെയിൽവേയോട് ചോദിക്കാനുള്ള നിങ്ങൾ നഗരസഭയിൽ സമരം നടത്തിക്കോളൂ, പക്ഷേ റെയിൽവേ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രികൾ കേൾക്കാമായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ DRM ഇന്ന് പങ്കെടുത്തല്ലോ. അപ്പൊ മുഖ്യമന്ത്രി അതിന്റെ വിശദീകരണവും കാര്യങ്ങളും അറിഞ്ഞു കാണുമല്ലോ. മുഖ്യമന്ത്രിയോടൊപ്പം വരില്ല. അവർക്ക് ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് അവർക്ക് പങ്കാളിത്തം, ഈ ക്ലീനിങ്ങിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തത്. കത്ത് കൊടുത്തു. ജില്ലാ ഭരണകൂടം ഇപ്പോ മുഖ്യമന്ത്രി അല്ലല്ലോ, ഇതിന്റെ അകത്ത് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ PK രാജു പറയുന്നു, ഞങ്ങൾ വിളിച്ചാൽ അവർ വരില്ല, കത്തെഴുതിയാൽ മറുപടി തരില്ല. കാരണം റെയിൽവേ എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ സമ്പ്രദായത്തിന്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ അവർ കൊണ്ടു നടക്കുന്നത്. ഷമി, 2013-ലും 2017-ലും പിന്നെ എങ്ങനെയാണ് റെയിൽവേയിൽ നഗരസഭ ക്ലീൻ ചെയ്തത്? അനുമതി ഇല്ലാതെയാണ് ക്ലീൻ ചെയ്തത്. ജിജി തോമസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവർ എതിർപ്പ് കാണിച്ചു, പക്ഷേ അദ്ദേഹം അപ്പോൾ തന്നെ ചെയർമാനെ വിളിച്ചു. ആ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോമസ് കൃത്യമായി അതിന്റെ നടപടികൾ ഇടപെട്ടു. ആ നടപടി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് എന്ത് നടപടിക്ക് പോകാത്തത്? കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ നഗരസഭ അടിക്കണ്ടല്ലോ, ഇദ്ദേഹം ഡെപ്യൂട്ടി മേയറാണല്ലോ. 5 വർഷക്കാലം കൊണ്ട് എന്തെങ്കിലും ഈ ഒരു ഒറ്റ കത്ത് കഴിഞ്ഞ മാസം PK രാജു, ഞാനൊരു കാര്യം ചോദിക്കുന്നതാണ്. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ കേന്ദ്രം BJP അല്ല ഭരിക്കുന്നെങ്കിൽ, കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നുവെങ്കിൽ, ഇവർ നഗരസഭ BJP ആണ് ഭരിച്ചിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തേനെ. അവിടെയാണ് തടിതപ്പുന്നത്. ആവാസ സമരം ഷമ്മി പാലക്കാട് കഥയൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എല്ലാ കഥകളും അറിയാവുന്നവരാണ്. ഷമ്മി, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ രാജീവേ, നിങ്ങളെ ഇന്നത്തെ ആവാസ സമരത്തിനെ പറ്റി എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. നിങ്ങളെ പാർട്ടിയുടെ യൂത്ത് സെക്രട്ടറിയാണ് ഇന്ത്യൻ മിലിറ്ററി വെല്ലുവിളിച്ചുകൊണ്ട് ആവാസ സമരം നടത്തിയത്. ഇന്ത്യൻ മിലിറ്ററി വെല്ലുവിളിച്ചുകൊണ്ട് ആവാസ സമരം നടത്തിയത് ഞങ്ങൾ ആവാസ സമരം നടത്തുന്നത്. നിങ്ങൾ CPI CPM ആണ്. സമരത്തെ ആവാസം എന്ന് വിളിക്കല്ലേ? പറയുന്ന ഭാഷയ്ക്ക് തിരിച്ചു മറുപടി ജനങ്ങളുടെ കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ നഗരസഭ കഴിഞ്ഞ 5 വർഷം ഏതാണ്ട് 10-30 അഴിമതി കാണിച്ചു. ഹരീന്ദ്രനാഥ് എന്ന MLA അവിടെ സ്ഥലം കെട്ടി നഗരസഭ വീട് വെച്ച് കൊടുക്കുന്നു.
കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇന്നലെ ഉള്ളതുകൊണ്ട് മന്ത്രിസഭ എല്ലാം കൂടി ചെയ്യുന്ന 10 പദ്ധതി, ലക്ഷം കേന്ദ്ര രൂപ സർക്കാരിന്റെ കൊടുക്കാൻ ഫണ്ട്, തീരുമാനിച്ചിരിക്കുന്നു. സ്മാർട്ട് സിറ്റി, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്. റെയിൽവേ വകുപ്പ് ഒരു റീത്ത് സമർപ്പിച്ചില്ല ഇതുവരെ. മാനുഷിക പരിഗണന. രാജീവ് റിട്ടയർഡ് അധ്യാപികയായ ലേഖ കൂടി ഈ ചർച്ചയിൽ ചേരുന്നു. ലേഖ, താങ്കൾ സ്ഥിരമായി റെയിൽവേയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം ധാരണയുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ എടുത്തിട്ടുള്ള ഒരു സമീപനം, അത് ആദ്യത്തെ സമീപനമല്ല. പണ്ട് മുതലേ റെയിൽവേ സ്വീകരിക്കുന്ന ഒരു സമീപനം ഇങ്ങനെയാണ്. ജനങ്ങൾക്ക് ദ്രോഹകരമായി വരുന്ന പല കാര്യങ്ങളിലും അവർ നിസ്സംഗത പാലിക്കുകയും അതിൽ തങ്ങൾക്ക് ഞാൻ മാവിലായിക്കാരനാണെന്ന മട്ടിൽ പെരുമാറുകയും ചെയ്യും. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ പെരുമൺ ദുരന്തമുണ്ടായ ശേഷം ആ ട്രെയിൻ വീണത് കൊടുങ്കാറ്റടിച്ചിട്ട് ടെർണാഡോ അടിച്ചിട്ടാണെന്ന് പറഞ്ഞ റെയിൽവേ ആണ്. അവർ ആ കാര്യത്തിൽ അതാണ് സമീപനമെങ്കിൽ പിന്നീട് ജോയിയെ പോലെ ഒരു സാധു മനുഷ്യൻ്റെ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ആ വീട്ടിൽ പോയി നേരത്തെ പി കെ രാജു പറഞ്ഞതുപോലെ ഒരു 10 രൂപയുടെ ഒരു ചെറിയൊരു പൂവെങ്കിലും മേടിച്ച് ആ വീട്ടിൽ കൊടുക്കാനുള്ള മനസാക്ഷി കാണിക്കാത്ത ഒരു വിഭാഗമാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ ബ്രിട്ടീഷ് കൊളോണിയൽ കൾച്ചർ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ റെയിൽവേയെ ന്യായീകരിച്ചുകൊണ്ടാണ് നമ്മുടെ BJP നേതാക്കന്മാരും അതുപോലെ തന്നെ UDFൻ്റെ യുവജന സംഘടനകളും വലിയ തോതിൽ പറയുന്നത്. അവർക്ക് ഈ സമൂഹത്തോട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഈ ട്രെയിനിലെ വേസ്റ്റ് തൂത്ത് നേരെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് അവർ പുറത്തേക്ക് കളയുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതുപോലെ എത്രയോ ദൃശ്യങ്ങളുണ്ട്. അവർ പല സമയത്തും ഈ വേസ്റ്റുകൾ ബാഗിൽ സൂക്ഷിച്ച ശേഷം അത് പോകുന്ന വഴിയിൽ ഏതെങ്കിലും നദികളിൽ തള്ളുന്ന, ഇപ്പോൾ ഈ ക്യാമറകൾ സജീവമായതോടുകൂടിയാണ് ആ പരിപാടി കുറേ അവസാനിപ്പിച്ചത്. ശാസ്ത്രീയമായി ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു സംവിധാനവും റെയിൽവേയുടെ കയ്യിൽ ഇല്ല. റെയിൽവേയുടെ ടോയ്ലറ്റുകൾ പോലും വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമില്ലാത്ത റെയിൽവേ പിന്നെ ഈ മാലിന്യങ്ങൾ മുഴുവൻ അങ്ങ് സംസ്കരിച്ച് വൃത്തിയാക്കും എന്ന് DRM വന്നിരുന്നു പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തമാശ മാത്രമാണ് തോന്നുന്നത്. ലേഖയ്ക്ക് ഈ വിഷയത്തിൽ റെയിൽവേയുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചും ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ചും എന്താണ് പറയാനുള്ളത്? ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ദൗർഭാഗ്യകരമായ ഒരു മരണം സംഭവിച്ച ജോയിയുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ശ്രീ രാജീവ് പറഞ്ഞതുപോലെ ആമയിഴഞ്ചൻ തോട് നഗരസഭയ്ക്കാണെങ്കിലും അതിലെ മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യം റെയിൽവേക്കാണ്. അതിൽ കിടക്കുന്ന ഭൂരിഭാഗം ഈ കുപ്പികളും അതിലെ കവറുകളും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ റെയിൽവേയുടെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് ഞാൻ സ്ഥിരമായി ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മാലിന്യ നിർമ്മാർജ്ജനം റെയിൽവേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കരാർ ജോലിക്കാർ ഈ മാലിന്യം എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവർ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് അങ്ങറ്റത്ത് നിന്നും ശേഖരിക്കുന്ന മാലിന്യം തിരുവനന്തപുരത്ത് വന്ന് അവസാനിക്കുന്ന ഒരു ട്രെയിനിൽ ഇവിടെ വന്ന് അവർ പ്ലാസ്റ്റിക് ചാക്കുകളിൽ വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് എടുത്തതിന് ശേഷം അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയാണ്, ആ പ്ലാന്റിലോട്ടാണോ ഇവർ കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിക്കുവാൻ ഇവിടെ അധികൃതർ ഉണ്ടെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം അവരതിനെ ഈ കരാർ തൊഴിലാളികൾ നേരിട്ട് കൊണ്ടുവന്ന് ഈ കനാലിൽ ഒഴുക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം തൊട്ട് മുമ്പ് നമ്മുടെ നഗരസഭ ഈ ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കിയതാണ്. എന്നിട്ടും ഈ അടുത്ത കാലത്ത് ഇത്രയും മാലിന്യം വന്നിട്ടുണ്ടെങ്കിൽ അത് റെയിൽവേയിൽ നിന്ന് ഓരോ ദിവസവും കൊണ്ടു തള്ളുന്ന മാലിന്യങ്ങൾ, റെയിൽവേയുടെ മാത്രമല്ല റെയിൽവേയുടെ ഒരു ക്യാൻറ്റീൻ ഇവിടെ ഈ ഭാഗത്തുണ്ട്. ആ ക്യാൻറ്റീനിൽ നിന്നുള്ള മാലിന്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ആരെങ്കിലും അത് മാത്രമല്ല ഇവരുടെ പാൻട്രി കാർ, റെയിൽവേക്ക് എല്ലാ ട്രെയിനിലും പാൻട്രി കാർ ഉണ്ട്, ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വലിയ വേസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ എവിടെയാണ് ഇവർ കൊണ്ടുപോയി തള്ളുന്നത്? ഇതെല്ലാം ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കൊണ്ടുവന്ന് തട്ടുന്ന സമീപനം തന്നെയാണ് റെയിൽവേ സ്വീകരിക്കുന്നത്. അവർക്ക് ശാസ്ത്രീയമായി സംസ്കരണത്തിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ട്. പോട്ടെ, നമ്മളിപ്പോൾ രാജീവും PK രാജുവും എല്ലാം ട്രെയിനിൽ കയറുന്ന ആൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ കയറി മൂക്ക് പൊത്താതെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
അത്രമാത്രം വളരെ കുറച്ച് ട്രെയിനുകൾ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ അകത്ത് ഓടുന്ന വളരെ കുറച്ച് ട്രെയിനുകളിൽ മാത്രമാണ് അതിൻ്റെ അകത്തെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ പറ്റുക. ഇൻ്റർ സ്റ്റേറ്റ് ഓടുന്ന ഒരൊറ്റ ട്രെയിനിൻ്റെയും പിന്നെ ഇതിൽ ലാറ്ററിലോ അത് ഒക്കെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. റിസർവ്ഡ് ക്ലാസ്സുകളിൽ പിന്നെയും, അതായത് AC കോച്ചുകളിൽ ചിലപ്പോൾ ഭേദമായിരിക്കാം, പക്ഷേ സ്ലീപ്പർ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റില്ല. അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത റെയിൽവേ ആണ് ഈ വരുന്ന 10-100 ട്രെയിനിലെ വേസ്റ്റും ഈ പാൻട്രി കാറിലെ വേസ്റ്റും അതുമാത്രമല്ല അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീനിലെ വേസ്റ്റും ഇതെല്ലാം കൊണ്ട് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നഗരസഭയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. നഗരസഭയെ കുറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമായി നിങ്ങളുടെ കടമയാണ്. പക്ഷേ ആ വിഷയത്തിൽ നിങ്ങൾ റെയിൽവേയോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് രാജീവനും അതുപോലെ തന്നെ UDFും ചോദിക്കണം. അല്ലാതെ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഷമ്മി, ഈ റെയിൽവേയുടെ ഈ ടണലിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് 10 കിലോമീറ്റർ ഇതിലാണ് വേസ്റ്റാണ് അവിടെ വരണം, ടണലിൻ്റെ അവിടെ. ഇന്നലെ ഇറങ്ങിയ സ്കൂബ ടീം പറഞ്ഞെന്താണ്, തലസ്ഥാന നഗരത്തെ മുഴുവൻ മാലിന്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ കേട്ടെ, റെയിൽവേക്കകത്ത് ഇറച്ചി കെട്ടുണ്ടോ? റെയിൽവേക്കകത്ത് ഇറച്ചി കടയൊന്നുമില്ലല്ലോ. ഇറച്ചി വേസ്റ്റ് എങ്ങനെയാണ് വന്ന? തിരുവനന്തപുരത്ത് സംസ്കരണ പ്ലാന്റ് ഉണ്ടോ? തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും പ്ലാസ്റ്റിക് നിരോധനമുണ്ടോ? എവിടെയാണ് പറഞ്ഞു തരേണ്ടത് പ്ലാസ്റ്റിക് നിരോധനം? ഈ അറവുശാലകൾക്ക് ലൈസൻസ് ഉണ്ടോ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും? ഇവരൊക്കെ എവിടെയാണ് മാലിന്യം കൊണ്ടെടുക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് മാലിന്യം ഇവർ കാണാൻ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് മാലിന്യം മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അവരവർ നോക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് പാറശാല റൂട്ടിൽ പോകുന്ന ഒഴിവ് സ്ഥലങ്ങളിൽ കൊണ്ട് തട്ടയല്ല. അങ്ങനെയാണെങ്കിൽ രാജീവ് ഈ റെയിൽവേക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറയട്ടെ, ചോദിച്ചതിന് ഉത്തരവുണ്ട്. റെയിൽവേയിൽ കഴിഞ്ഞ യാത്ര ചെയ്തിട്ടുള്ള ഇപ്പോൾ ടീച്ചറും പറഞ്ഞു റെയിൽവേ ഇതാണ്. കഴിഞ്ഞ ഞാൻ സ്ഥിര യാത്രക്കാരാണ് റെയിൽവേയിൽ, എന്നെപ്പോലെ ആയിരങ്ങളുണ്ട് റെയിൽവേയിൽ. ഇന്ന് വരെയും അവിടുത്തെ ഈ യാത്രക്കാരുടെ സംഘടന ഒരു സമരം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് സമരം നടത്താത്തത്? എന്തുകൊണ്ട് സമരം നടത്തില്ല? ആ ട്രെയിനകത്ത് ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും അവിടുത്തെ ക്ലീനിങ് ഉണ്ട്. സ്വച്ഛ ഭാരത് മിഷൻ്റെ കീഴിൽ എല്ലാ ട്രെയിനുകൾക്കും എല്ലാ ബോഗികളിലും 2 മണിക്കൂറിന് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതൊന്നും ദുർഗന്ധമാണെന്നൊക്കെ പറയുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ തന്നെ, ലാലു പ്രസാദിൻ്റെ കാലഘട്ടത്തിൽ അതൊക്കെ മാറി, ഒരുപാട് മാറി. നരേന്ദ്രമോദിയുടെ കാലഘട്ടമാണ്, ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയ്ക്ക് പൂർണ്ണമായിട്ടും മാലിന്യം നീക്കാനുള്ള അധികാരമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് സംസ്ഥാന സർക്കാരിന് മാറാൻ രാജീവിന്റെ നമ്പർ മേടിച്ചവർ വിളിക്കും. ശ്രീ രാജീവ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ രാജീവ്, തൊട്ട് മുമ്പ് ഈ പ്രശ്നം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തന്നെ എനിക്കൊരു അത്യാവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ വരെ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ലീപ്പർ ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുത്ത് കയറിയത് തിരുവനന്തപുരത്ത് നിന്ന്. പക്ഷേ തിരുവനന്തപുരം വിട്ട് കൊല്ലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ബാത്റൂമിൻ്റെ ആ ഭാഗം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ നിറഞ്ഞ ആളുകൾ കിടപ്പും ഇരിപ്പുമായിരുന്നു. അതായത് തൃശ്ശൂർ വരെ ഒന്ന് ടോയ്ലറ്റിൽ പോകാതെയാണ് അവിടെ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന എല്ലാവരും. കാരണം ടോയ്ലറ്റിലോട്ട് പോകാൻ പറ്റില്ല. ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്താണ് പല സ്ത്രീകൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങളുമായിട്ട് കിടപ്പും. സ്ലീപ്പർ ക്ലാസ്സിലാണെന്ന് ഓർമ്മിച്ചോളണം. തറയിൽ കിടപ്പായിരുന്നു. അപ്പോൾ ടോയ്ലറ്റിനകത്തോട്ട് ആരും തന്നെ പോയിട്ടില്ല. പലരുടെയും കയ്യിലിരുന്ന ഭക്ഷണം, കുപ്പികൾ ഒക്കെ അവർ വെള്ളം കുടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ജനൽ വഴി വലിച്ചെറിയാൻ അവർക്ക് ഒരുപക്ഷെ ഒരു കവറുണ്ട്, ടോയ്ലറ്റിൻ്റെ അടുത്തൊരു കവറുണ്ട്. ആ കവറിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുവാൻ അവർക്ക് സാധിക്കാത്ത വിധം അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന, നിർത്തലാക്കിയ ഒരുപാട് ട്രെയിനുകൾ പലതും ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. പാസഞ്ചർ ട്രെയിനുകൾ കൊല്ലം വരെ പോകാനായിട്ട് ഒരു ട്രെയിനുകളൊന്നും പുനഃസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്ലീപ്പർ ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് ചെക്കിംഗ് ഉണ്ട്. സ്ലീപ്പർ ക്ലാസ്സിനകത്ത് പണ്ടത്തെ പോലെ ആരും ഇരുത്താറില്ല ടീച്ചറെ. ഈ തൊട്ട് 14-ാം തീയതി 14/7 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടിക്കറ്റ് പോലും കൊടുക്കുന്നില്ലല്ലോ ടീച്ചറെ. നമ്മൾ യാഥാർത്ഥ്യമായിട്ട് പറഞ്ഞത് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കുന്നുള്ളൂ. ക്യാമറ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറയണം. ഒരു വിരോധം കാരണം പലതും പറയാം, പക്ഷേ യാഥാർത്ഥ്യം മാറ്റി വെച്ച് പറയല്ലേ. സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾ യാത്ര ചെയ്യണമല്ലോ. സ്ലീപ്പർ ക്ലാസ് ജനറൽ ക്ലാസ്സിൽ പോയിട്ട് കൺവെർട്ട് ചെയ്താണ് ഇപ്പൊ വരുന്നത്. കാരണം സ്ലീപ്പർ ക്ലാസ്സുകൾ എടുക്കുന്നവർക്ക് ഇരിക്കാൻ പറ്റാത്ത കാരണം പരാതം വന്നതിന് ശേഷം സ്ലീപ്പർ ക്ലാസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ പോവാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ആൾക്കാരിടാത്തതിൽ റെയിൽവേക്ക് എന്തെങ്കിലും പറയാനോ? അതിനാണ് അവിടെ വെച്ചിരിക്കുന്നത്. റോഡിൽ ഇറങ്ങിയിടുമ്പോ ടീച്ചർ പോലെയുള്ളവർ പറയണം ഒരിക്കലും. രാജീവേ, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചോളൂ, നിങ്ങൾ റെയിൽവേയെ ന്യായീകരിച്ചോളൂ, അതിലൊന്നും ഒരു തെറ്റുമില്ല, അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ ചെയ്തോളൂ.
പക്ഷേ ഇത് മുഴുവൻ ഈ നഗരസഭയുടെയും ആര്യ രാജേന്ദ്രൻ്റെയും തലയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഈ റെയിൽവേയുടെ കൂടി അടുത്ത് ചോദിക്കണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റെയിൽവേയുടെ അടുത്ത് കൂടി ചോദിക്കണം. ഉണ്ടായ സംഭവമല്ലല്ലോ ഇത്, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. അങ്ങനെയാണെങ്കിൽ രാജീവേ, റെയിൽവേ പറയേണ്ടതല്ലേ ഇത്രയും മാലിന്യം ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ കിടക്കുന്നു, അടിഞ്ഞു കിടക്കുന്നു, അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ ബന്ധപ്പെട്ട നഗരസഭയുടെയോ അഞ്ചാം മാസം എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ വെള്ളത്തിന് കുഴപ്പമില്ല അവിടെ. പി കെ രാജീവ് ഇപ്പോൾ പറയുന്ന ഇത് കേട്ട് കഴിഞ്ഞാൽ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ്. അവർ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്നു. എല്ലാം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അത് ലാഭം മാത്രം കൊയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റെയിൽവേ. ലാഭമുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേ സ്വകാര്യ മേഖലയ്ക്കുൾപ്പെടെ തീരെഴുതി കൊടുത്തു. അതാണ് ന്യായീകരിക്കുന്നത്. സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന പദ്ധതി കൊണ്ടുവന്നപ്പോഴാണ് രാജ്യം അപകടത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ചോദ്യം ശ്രീ രാജീവ്, അഡ്വക്കേറ്റ് RS രാജീവിനോട് ഞാൻ ചോദ്യം. രാജീവേ, എന്തുകൊണ്ട് റെയിൽവേ ശ്രീ ജോയിയുടെ അമ്മയെ സന്ദർശിച്ചില്ല? എന്തുകൊണ്ട് മോർച്ചറിയിൽ വന്നില്ല? എന്തുകൊണ്ട് മൃതശരീരം 48 മണിക്കൂറിന് ശേഷം കണ്ടുകെട്ടിയ സ്ഥലം സന്ദർശിച്ചില്ല? എന്തുകൊണ്ട് BJP ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് റെയിൽവേ കുറ്റം പറയുന്നില്ല? റെയിൽവേയുടെ ഭൂമിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ ശത്രു മരിച്ചാൽ പോലും നമ്മുടെ വീടിന്റെ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ വീട്ടിലൊന്ന് കയറി ഒരു സാന്ത്വന വാക്ക് പറയുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അവിടെ പോയപ്പോൾ ഈ മുത്തശ്ശൻ, ഞാനങ്ങനെ പറയുള്ളൂ, ആ മുത്തശ്ശൻ, ആ ഗവർണർ, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന അദ്ദേഹം, എന്തുകൊണ്ട് ഈ ജോയിയുടെ കുടുംബത്തിന് കേന്ദ്രം സഹായമുണ്ടാകണം, റെയിൽവേ സഹായമുണ്ടാകണം? ഒരു വാക്ക് ശ്രീ ഗവർണർ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല. നിങ്ങളുടെ റെയിൽവേ അധികാരികൾ ഉപയോഗിച്ചില്ല. BJPയുടെ ഒരു നേതാവ് ഉപയോഗിച്ചില്ല. 34 കൗൺസിലർമാർ ഉപയോഗിച്ചില്ല. വാർഡ് കൗൺസിലറായ P രാജേന്ദ്രൻ ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, ഒരു കത്ത് പോലും എഴുതി തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി എല്ലാ വിഷയത്തിലും ശ്രീ ജോയിയുടെ കുടുംബം ഞങ്ങൾ സഹായിച്ചു. ഇനിയൊരു ദുരന്തം ഇങ്ങനെ ഉണ്ടായിരിക്കുവാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, ബഹുമാനീയനായ മുഖ്യമന്ത്രി അടിവരയിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടേക്കണം. ഒന്ന്. രണ്ടാമത്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇടപെട്ട വിഷയമാണ്. തെറ്റുതിരുത്തുന്നവൻ അറിവുള്ളവനാണ്, തെറ്റുതിരുത്തുന്നവൻ മനസ്സുള്ളവനാണ്. മനുഷ്യരാണ് തെറ്റിതിരുത്തുന്നത്. നിങ്ങളെ പോലെ നരേന്ദ്രമോദി തെറ്റിതിരുത്തുന്ന എന്തെങ്കിലും നരേന്ദ്രമോദി തെറ്റിതിരുത്തിയിട്ടുണ്ടോ? ജനങ്ങൾ തെറ്റിതിരുത്തി. അത് 60 സീറ്റ് തോൽപ്പിച്ചു. ശ്രീ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി എപ്പോഴെങ്കിലും തെറ്റിതിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? കേന്ദ്ര സർക്കാരും റെയിൽവേയും ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ നിമിഷത്തിലെങ്കിലും രാജീവിന് പറയാൻ കഴിയുമോ? 10 രൂപയെ എടുക്കാനുള്ളൂ. 10 രൂപ റെയിൽവേയിൽ നിന്ന് വാങ്ങി ഈ ജോയിയുടെ കുടുംബത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഒരു വാക്ക് രാജീവിന് പറയാൻ പറ്റുമോ? വലിയ സിസ്റ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് നോക്കിയിട്ട് അദ്ദേഹത്തെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJP അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. BJP അങ്ങനെ സിസ്റ്റം ഒന്നുമില്ല. BJP തീരുമാനിച്ചാൽ റെയിൽവേ കൊടുക്കും. ഇതാണ് വിഷയം. ഇന്ത്യ രാജ്യത്ത് ഒറ്റ ദിവസം കൊണ്ട് നോട്ട് നിരോധനം നടത്തിയ നിങ്ങൾക്ക് ജോയിയുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് സമയം വേണം. പറയുകയാണെങ്കിൽ റെയിൽവേ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ രാജീവിന് സംശയമില്ല, എനിക്ക് സംശയമില്ല. ഇത് നഗരസഭയുടെ പിടിപ്പ് കിടന്നേ കഴിവുകേട്. അതിന് ആരും കുറ്റമായിട്ട് കാര്യമില്ലെന്നേ. നഗരസഭ ഒരു 2 ദിവസം 2 മാസം കൊണ്ടാണ് ഇത്രയും ഷബി പ്രഭാകരൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്തെ നോട്ട് നിരോധനം നടത്തിയവർക്ക് ജോയിയുടെ വിഷയത്തിൽ ഒരുപാട് സമയം വേണം. തീർച്ചയായിട്ടും നോട്ട് നിരോധനം നടത്തിയവർക്ക് ഒരു രാത്രി കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ നോട്ടുകളും നിരോധിച്ച് ജനങ്ങളെ വഴിയാധാരമാക്കിയ BJPക്ക് ഈ പറയുന്ന പാവം ജോയിക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണമെങ്കിൽ മുഴുവൻ സംവിധാനവും അറിയണം, മുഴുവൻ മന്ത്രിമാരും അറിയണം. എല്ലാം അറിഞ്ഞാൽ ശേഷം മാത്രം അവർ തീരുമാനിക്കും സഹായം
നൽകണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്തായാലും നന്ദി രാജീവ്, അതുപോലെ തന്നെ പി കെ രാജു, ലേഖ ടീച്ചർ പങ്കെടുത്തതിന്. നമസ്കാരം.